പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ ലോകത്തിലെ മരണത്തിന് ശേഷം ഒരു മരണം കൂടിയുണ്ട്. രണ്ടാമത്തെ മരണം അതിഭയാനകമാണ്. ഇറ്റ്സ് ടെറിബിൾ. ആ മരണത്തെ ആരാണ് തരിക? അത് യേശുക്രിസ്തുവാണ് തരിക. ഈ രണ്ടാമത്തെ മരണത്തെ ഇല്ലാതാക്കുവാനും യേശുക്രിസ്തുവിന് കഴിയും. ആ രണ്ടാമത്തെ മരണം ഇല്ലാതാക്കാൻ നമ്മുടെ ഈ ലോകത്തിലെ മരണത്തിന് മുൻപ് മാത്രമേ സാധ്യമാകൂ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശ്വാസത്തിൻ്റെ വിശദീകരണങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. 5 പോയിൻ്റുകൾ നാം നോക്കി. ഇനിയും 6ാമത്തെ പോയിൻ്റ് നമുക്ക് നോക്കാം. നിങ്ങൾ വിശ്വാസത്തിലും ആത്മീയത്തിലും വളരുമ്പോൾ നിങ്ങളുടെ ഭയം മാറും. നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയാമോ? അതാണ് മരണം. ഒരു പക്ഷേ നിങ്ങൾ സ്വയം ആശ്വസിക്കാൻ വേണ്ടി പറയുമായിരിക്കും, നിങ്ങൾക്ക് മരണത്തെ ഭയമില്ല എന്ന്. എല്ലാവരും മരണത്തെ ഭയക്കുന്നുണ്ട്. ഈ നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും മരണത്തെ ഭയമാണ്. ഇത് സംബന്ധിച്ച് ഒരു ഉദാഹരണം പറയാൻ താല്പര്യപ്പെടുന്നു. ബീഹാറിൽ വളരെ പ്രായം ചെന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഏതാണ്ട് 110 വയസ്സിന് മേൽ പ്രായം വരും അവർക്ക്. താമസിച്ചാണെങ്കിലും വൈകിയാണെങ്കിലും അമ്മച്ചി വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. നല്ല ചുറുചുറുക്കുള്ള ഒരു അമ്മച്ചി, ആരോഗ്യത്തിനൊരു കുറവുമില്ല. അമ്മച്ചിക്ക് ഒരു പെണ്ണും 6 ആൺമക്കളുമായിരുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞ് മകൾ ഭർത്തൃ വീട്ടിൽ താമസിക്കുന്നു. ആൺമക്കൾ എല്ലാവരും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അതിൽ 2 പേര് റിട്ടയർമെൻറ്റായി, 4 പേർ റിട്ടയർമെൻറ്റിനോട് അടുത്ത് ഇരിക്കുന്ന അവസരം. അമ്മച്ചിയുടെ പതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ അനുസരിച്ച് ഓരോരോ ആൺമക്കളുടെയും വീട്ടിൽ 1 മാസം 2 മാസം വെച്ച് താമസിക്കും. അങ്ങനെ എല്ലാ മക്കളുടെയും വീട്ടിൽ മാറി മാറി താമസിക്കുക പതിവായിരുന്നു. അമ്മച്ചിക്കൊന്നിനും കുറവില്ല, നല്ല ആരോഗ്യമുണ്ട്. ഈ ആൺമക്കളെല്ലാം അമ്മച്ചിയെ വളരെ ശുശ്രൂഷിക്കുകയും നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ ആൺമക്കൾ ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. 5 ആൺമക്കൾ മരിച്ചു. ഇപ്പോഴ് അമ്മച്ചി 6ാമത്തെ മകൻ്റെ അടുത്താണ് താമസം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. അമ്മച്ചിക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. ഒരു മരുന്നിലും ആശ്രയിക്കുന്നില്ല. ഞങ്ങൾ 1-2 പാസ്റ്റർമാർ അമ്മച്ചിയെ കാണാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. 5 മക്കളും മരിച്ച ശേഷം 6ാമത്തെ മകൻ്റെ അടുത്ത് താമസിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ വീണ്ടും കടന്നു ചെന്നു. അമ്മച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, എനിക്കൊന്നിനും ബുദ്ധിമുട്ടില്ല, എൻ്റെ മകൻ എന്നെ നന്നായി നോക്കുന്നുണ്ട്, ആരോഗ്യത്തിനാണേലും മറ്റെന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ സുഖമായിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു ഭയം എന്നെ വല്ലാതെ അലട്ടുന്നു. ഞാനാകെ സർപ്രൈസായിപ്പോയി. അമ്മച്ചി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഒന്നിനും ബുദ്ധിമുട്ടില്ല, നല്ല ആരോഗ്യമുണ്ട്, മകൻ നല്ലപോലെ നോക്കുന്നുണ്ട്, പരിചരിക്കുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്താണ്? ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, ഇതെല്ലാം ശരി തന്നെ, എൻ്റെ ഭയം ഇതാണ്, ഈ മകൻ കൂടി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരുടെ കൂടെ പോയി താമസിക്കും? ഈ അമ്മച്ചിക്ക് മരണത്തെ എത്ര ഭയമാണെന്ന് നോക്കുക. 110 വയസ്സ് കഴിഞ്ഞിട്ടും മരിക്കാൻ ഭയമാണ്. നമ്മുടെ മനസ്സിൽ പലതരം ഭയങ്ങൾ വന്നുകൂടാറുണ്ട്. പാപത്തിൻ്റേത്, രോഗത്തിൻ്റേത്, പിന്നെ
ഒറ്റയ്ക്കാകുക. ചില ഭയം കാണാവുന്നതാണ്, ചിലത് അകലത്തിൽ കാത്തു നിൽക്കുന്ന അസ്വസ്ഥതകളാണ്. പക്ഷേ എന്താണ് വിശ്വാസം നമ്മിൽ ചെയ്യുന്നത്? വിശ്വാസത്തിൽ വളരുമ്പോൾ ആ ഭയം അവിടെ ഇരിക്കുമെങ്കിലും അതിന് നമ്മുടെ മനസ്സിനെ പിടികൂടാൻ സാധ്യമല്ല. ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനത്തിൽ യേശു ഒരാശ്വാസവും ഒരു അന്വേഷണവുമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? യഥാർത്ഥത്തിൽ എന്താണ് ഭയം ഉണ്ടാക്കേണ്ടത്? വിശ്വാസം വളരുമ്പോൾ ഭയം എന്തായിരിക്കും? പക്ഷേ യേശു പറയുന്നു, നിങ്ങൾ ശാരീരികമായി കൊല്ലപ്പെടുമ്പോഴും നിങ്ങളുടെ ആത്മാവിനെ കാക്കാൻ വിശ്വാസം മതിയാകും. അതിനാലാണ് യേശു പറഞ്ഞു, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. ഈ മരണഭയം എന്ന് മാറുമെന്ന് പറയാമോ? മരണഭയം മാറണമെങ്കിൽ നാം മരിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ ലോകത്തിലെ മരണത്തിന് ശേഷം ഒരു മരണം കൂടിയുണ്ട്, രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം അതിഭയങ്കരമാണ്. ആ മരണത്തെ ആരാണ് തരിക? യേശുക്രിസ്തു. ഈ രണ്ടാമത്തെ മരണത്തെ ഇല്ലാതാക്കുവാനും ആ യേശുവിന് സാധിക്കും. ആ രണ്ടാമത്തെ മരണം ഇല്ലാതാക്കാൻ നമ്മുടെ ഈ ലോകത്തിലെ മരണത്തിന് ശേഷം നടക്കില്ല. ഈ ലോകത്തിലെ മരണത്തിന് മുമ്പ് മാത്രമേ അത് സാധ്യമാകൂ. അത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചാൽ രണ്ടാമത്തെ മരണത്തിൽ നിന്നും രക്ഷപ്പെടാം. ഈ രണ്ടാമത്തെ മരണത്തെ ഭയന്നാൽ ആദ്യത്തെ മരണത്തെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ മരണം ഭയാനകമാണ്. അതാണ് വലിയ ഭയം. ഒരു ലോജിക്ക് ഞാൻ പറയാം. വലിയ ഭയം വരുമ്പോൾ ചെറിയ ഭയം താനേ മാറിപ്പോകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഞങ്ങളുടെ വീടിനടുത്തുള്ള പാടത്തിൻ്റെ വരമ്പത്തുകൂടെയായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും. മഴ സമയമായിരുന്നതുകൊണ്ട് പാടത്തൊക്കെയും വെള്ളവും ചെളിയും മറ്റുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ആ തോടിൻ്റെ വരമ്പത്ത് ആരെ കണ്ടാലും കുത്തുന്നതായിട്ടുള്ള ഒരു പശുവിനെ കെട്ടിയിരുന്നു. ഞാൻ വരമ്പിലൂടെ ആ പശുവിനെ കടന്നു പോകുവാൻ ശ്രമിക്കുമ്പോൾ പശു കൊമ്പിട്ട് കുലുക്കി എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരും. ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു. എന്നിട്ടും എനിക്ക് പശുവിനെ കടന്നു പോകാൻ സാധിച്ചില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കവേ പാടത്തിൻ്റെ കരയ്ക്കുള്ള ഒരു വീട്ടിൽ ഒരു കടിക്കുന്ന പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി കുരച്ചും കൊണ്ട് എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ പട്ടി എൻ്റെ അടുത്തടുക്കാറായപ്പോഴത്തേക്ക് ഞാൻ കണ്ണു അടച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടി. ഞാൻ പശുവിൻ്റെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, വലിയ ഭയം വരുമ്പോൾ ചെറിയ ഭയം താനേ മാറിപ്പോകും. ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 12:6-7. 2 കാശിന് 5 കുരികലിനെ വിൽക്കുന്നവരില്ലയോ? അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികളിനേക്കാളും ചെറിയ കുരികളിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. വിശ്വാസമുണ്ടെങ്കിൽ ഭയം ഇല്ല. വിശ്വാസം വളരുമ്പോൾ നിങ്ങൾ ഭയത്തിൽ നിന്നും നീതിയിലേക്കും ധൈര്യത്തിലേക്കും മാറുന്നു. ഒരു വാക്യം വായിക്കാൻ 2 തിമോത്തിയോസ്
1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. വിശ്വാസം നിങ്ങളിൽ വളരുമ്പോൾ നിങ്ങൾ ഭയത്തിന് പകരം ധൈര്യം കാണിക്കാൻ തുടങ്ങും. ഭയം വരും, പക്ഷേ അതിനെ നിങ്ങളാണ് നിയന്ത്രിക്കുക. വിശ്വാസമുള്ളവർ ഭയപ്പെടാറില്ല എന്നുള്ളതല്ല, വിശ്വാസമുള്ളവർ ഭയത്തിന് അടിയറവ് പറയാറില്ല എന്നതാണ് സത്യം. ദാവീദ് രാജാവ് ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ഞാൻ ആശ്രയിക്കും. സങ്കീർത്തനങ്ങൾ 56-3-ാം വാക്യം. അതാണ് വിശ്വാസം. ഭയം വരുമ്പോൾ ദൈവത്തേക്കുള്ള നിലനിൽപ്പ്. മരണമെന്ന ഏറ്റവും വലിയ ഭയം പോലും ശാന്തമാകും. വിശ്വാസം നമ്മെ ഒരു വസ്തുതയിലേക്ക് കൊണ്ടുപോകുന്നു. മരണം അവസാനമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 11:25 വായിക്കുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവിതവും. അതിനാൽ വിശ്വാസിയായ ഒരാൾക്ക് ഭയപ്പെടേണ്ടതില്ല, പകരം തയ്യാറാകേണ്ടതാണ്. വിശ്വാസത്തിൽ വളരുമ്പോൾ രോഗങ്ങൾക്കൊപ്പം നിങ്ങൾ ആശ്വസിക്കും. ധൈര്യം ഇല്ലായ്മയിൽ നിങ്ങൾക്ക് ദൈവിക ശക്തി ലഭിക്കും. മരണം വരുമ്പോഴും നിങ്ങൾ ആത്മീയ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കും. ഇക്കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എനിക്ക് ഇത്തരമൊരു വിശ്വാസം ഇല്ല, ഞാൻ പലതും ഭയക്കുന്നുവല്ലോ. അതാണ് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ തിരിച്ചിൽ. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ വിശ്വാസത്തിൽ വളരാൻ സാധിക്കും. എങ്ങനെ? ദൈവവചനത്തിൽ സമയം ചെലവഴിക്കുക, പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധം വളർത്തുക, ആത്മാവിൻ്റെ നേതൃത്വം സ്വീകരിക്കുക. വിശ്വാസം കേൾവി മുഖാന്തരമാണ് വളരുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിൽ 10:17 അത് പറയുന്നുണ്ട്. ദൈവം നിങ്ങളോട് പറയുന്നു, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ 41:10-ാം വാക്യം. വിശ്വാസം ഒരു ആശയമല്ല, വിശ്വാസം ഒരു നിലപാടാണ്. വിശ്വാസം നമ്മുടെ മനസ്സിനെയും ഭാവിയെയും നിയന്ത്രിക്കുന്ന ദൈവം കാണുന്ന കണ്ണാണ്. അതിനാൽ ഇന്നൊരു തീരുമാനമെടുക്കൂ. ഞാൻ എൻ്റെ ഭയങ്ങൾ വിട്ടുകൊടുക്കുന്നു, ദൈവത്തിൻ്റെ സത്യത്തിൽ വിശ്വസിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:5 പോലെ ഭയപ്പെടേണ്ടത് ദൈവത്തെ, അവൻ്റെ ന്യായത്തെ, അവൻ്റെ സത്യത്തെ. എന്നാൽ അവൻ തൻ്റെ അഭയത്തെ നൽകുന്നവൻ കൂടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ, ദൈവമേ, എന്നെ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കണമേ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.